ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്ന പേര് നൽകിയിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ആദ്യ സംഘം നാളെ പുലർച്ചെ ഡൽഹിയിലെത്തും. അർമേനിയയിൽ എത്തിച്ച 110 വിദ്യാർത്ഥികളെയാണ് നാളെ ഡൽഹിയിൽ എത്തിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇതിപ്പോൾ ടെഹ്റാനിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണ് എത്തുന്നത്. കുറെ കൂടി സമഗ്രമായ വിശാല അർത്ഥത്തിലുള്ള ഇവാക്വേഷന് രാജ്യം തയ്യാറെടുക്കുന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരൊക്കെ നൽകി ആ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മറ്റു വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും ഓപ്പറേഷൻ സിന്ധു എന്നാണ് ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന പേര്. അതിന്റെ ആദ്യ സംഘം നാളെ പുലർച്ചെ തന്നെ ഡൽഹിയിലെത്തും. 3:30 ഡൽഹി വിമാനത്താവളത്തിലായിരിക്കും അവരെത്തുക. അർമേനിയയുടെ തലസ്ഥാനത്ത് നിന്ന് ഇവർ പുറപ്പെട്ടു കഴിഞ്ഞ് അവർ ദോഹയിലെത്തിയതിനു ശേഷം അവിടെ നിന്നായിരിക്കും ഡൽഹിയിലെത്തുക. 110 വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത്. അതിൽ 90 പേർ കശ്മീരി സ്വദേശികളാണ്. മറ്റുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരെ എല്ലാവരെയും അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ നാടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ കൂടി ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല മറ്റുള്ളവർ, അതായത് ഈ ഉർമിയിൽ നിന്നാണ് നിലവിൽ 110 പേർ എത്തിയിട്ടുള്ളത്. മറ്റ് ടെഹ്റാനിൽ നടക്കം മറ്റ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ദൗത്യം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഏകോപിപ്പിക്കുന്നുണ്ട്. ആ ദൗത്യം കൂടി വരും ദിവസങ്ങളിൽ നടക്കും. അത് കാരണം ഈ അതിർത്തി രാജ്യങ്ങൾ വഴി മാത്രമേ ഇവരെ അതിർത്തി രാജ്യത്തിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇറാനിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിക്കൊടുക്കുന്ന വിദ്യാർത്ഥികളെ റോഡ് മാർഗം അതിർത്തി കടത്തി അർമേനിയയിൽ എത്തിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ആ കടമ്പ കടന്നതിന് ശേഷം അവർക്ക് വ്യോമമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികളായിരിക്കും നടക്കുക. എന്തായാലും രണ്ട് രാജ്യങ്ങളും, ഇറാനും ഒപ്പം തന്നെ ഇസ്രായേലും, അവരുടെ എംബസികൾക്ക്, അതായത് അതാത് രാജ്യങ്ങൾ അവരുടെ ഇന്ത്യൻ എംബസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തന്നെ അതിർത്തി കടത്താമെന്ന്. എന്തായാലും ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. 600 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്ന് ക്വാമ നഗരത്തിൽ എത്തിയിരുന്നു. അവരെ കൂടി ഇനി അതിർത്തി കടത്തി അർമേനിയയിൽ എത്തിക്കണം. അങ്ങനെ ഇത് വരും ദിവസങ്ങളിലും തുടരാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ട് ഒരു ദൗത്യമായി വിദേശകാര്യ മന്ത്രാലയം ഈ നടപടികൾ തുടരുന്നത്. ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ നാളെ ഡൽഹിയിലെത്തും. കൂടുതൽ വിദ്യാർത്ഥികളെ അടുത്ത ദിവസങ്ങളിൽ എത്തിക്കും. ഇസ്രായേലിൽ നിന്ന് ആവശ്യമെങ്കിൽ ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ആളുകളെ, ഇന്ത്യക്കാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ നടപ്പാക്കുമോ എന്നതിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പക്ഷേ അത്തരം ഒരു പ്ലാൻ ബി ഉണ്ട് ഇസ്രായേലിന്റെ കാര്യത്തിലും എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ അറിയിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.